ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ക്രിസ്മസിൻ്റേതായ എല്ലാ മംഗളങ്ങളും നേരുന്നു. ഈ സീസണിൻ്റെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ ക്രിസ്മസിൻ്റെ മെസ്സേജിൽ ഒരു ആട്ടിടയന്മാരോട് പറഞ്ഞതായ ഒരു ഭാഗമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ആട്ടിടയന്മാർ അവിടെ കാവൽ കാത്തുകൊണ്ടിരുന്നെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ്. അതിൽ കുറച്ച് ഭാഗം ഞാൻ വായിക്കുകയാണ്. ആട്ടിടയന്മാരോട് കർത്താവിൻ്റെ ഒരു ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞത്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവെന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരടയാളത്തോടു കൂടിയാണ് ദൂതൻ മെസ്സേജ് നൽകുന്നത്, സുവിശേഷം പറയുകയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ മഹാസന്തോഷം. അത് ദൂതൻ വന്നപ്പോൾ അവിടെ ഉണ്ടായ പ്രകാശവും അതെല്ലാം കണ്ട് അവർ ഭയപ്പെട്ട് ഭയചകിതരായിട്ട് ഇരിക്കുമ്പോഴാണ് ദൂതൻ അവരോട് പറയുന്നത്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പോൾ ഈ സർവ്വജനത്തിനെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇന്ന ജാതിയെന്നോ മതമെന്നോ ഗോത്രമെന്നോ ഭാഷയെന്നോ വംശമെന്നോ ഒന്നുമില്ലല്ലോ. എല്ലാവരും ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും, ഇന്ന് ജീവിക്കുന്നവരും ഇതിനു മുമ്പ് ജീവിച്ചിരുന്നവരും, കർത്താവിൻ്റെ വരവ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് വന്നതും ജനിച്ചതും. അത് വലിയൊരു സന്തോഷം അത് ആയിട്ട് നമ്മളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ഇന്നത്തെ ഈ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ സകല ജനത്തിനും ഉള്ള സന്തോഷമാണ്. പക്ഷേ ഇന്നത് ചുരുക്കം ചില ആൾക്കാരുടെ, അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ മാത്രമായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് സംശയം തോന്നുകയാണ്. എല്ലാവരോടും സുവിശേഷം പറയുവാനോ, അല്ലെങ്കിൽ സുവിശേഷം കേട്ടിട്ടും കേൾക്കാത്തവരായി നടിക്കുന്നവർ, അല്ലെങ്കിൽ സുവിശേഷം എത്താത്തതായ കാര്യങ്ങളും സ്ഥലങ്ങളും ദേശങ്ങളും ജനങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പറ്റും? നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ, നമ്മളായിരിക്കുന്ന ചെറിയ ഒരു സറൗണ്ടിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ഈ സകല ജനത്തിനുമായി പിറന്നവന് ഇന്ന് ചുരുക്കം ചിലരുടേത് മാത്രമായി മാറാതെ നമുക്ക് ലഭിച്ച സന്തോഷം മറ്റുള്ളവരുമായി നമ്മൾ പങ്കുവയ്ക്കണം എന്നുള്ളതാണ്. അതൊരു പക്ഷേ ദുരിതം അനുഭവിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അതുപോലെ അനാഥർക്കും രോഗികൾക്കും എല്ലാവർക്കും മതിയായവനാണ് ഈ ഇമ്മാനുവേലായിരിക്കുന്ന നമ്മുടെ കർത്താവ്. ആ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, നമ്മൾ അവരോട് പോയിട്ട് യേശു ജനിച്ചു എന്ന് പറഞ്ഞാൽ അല്ലെ സുവിശേഷമായിട്ട് പറയുമ്പോൾ ഒരു പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിലായില്ലെന്നും വരാം. അതേ സമയത്ത് നമ്മുടെ പ്രവൃത്തികളിൽ കൂടി നമ്മൾ അവരോട് പറയുമ്പോൾ, നമ്മുടെ വാക്കുകൾ വഴി, നമ്മളുടെ ജീവിതം വഴി, അങ്ങനെയൊക്കെ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം അവർക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ മറ്റുള്ളവർ നമ്മളിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണല്ലോ, അവരുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും എന്നാൽ ദൈവത്തെ നമ്മൾ വീതിക്കുന്നതല്ല, ആ സന്തോഷവും ദൈവത്തിന് എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നുള്ള ആ പൊതുവായിട്ടുള്ള അറിവും അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ നമുക്കിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മളെ പുതിയ നിയമത്തിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നമ്മെ ശരിയായ ദൈവഭക്തി എന്താണെന്ന് പഠിപ്പിച്ചു തരികയാണ്. കർത്താവിന് വേണ്ടി നാം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ എല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. പക്ഷേ എന്നാൽ എല്ലാവർക്കും പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്നത്. അതായത് ജെയിംസ് 1:27, പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ
ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ എണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. നമുക്ക് കേൾക്കുമ്പോൾ ഇത്രയേ ഉള്ളോ എന്ന് ചിന്തിക്കും. പക്ഷെങ്കിൽ നമ്മൾ സാഹചര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊന്നും സമയം സ്പെൻഡ് ചെയ്യാറുമില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുമില്ല എന്നുള്ളതാണ്. ചുരുക്കം ചിലർ ചെയ്യുന്നുണ്ടാവാം. പക്ഷെങ്കിൽ നമ്മളുടെ ഒരു ദേശത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഒരു പഞ്ചായത്താകാം, അല്ലെങ്കിൽ ഒരു നമ്മളുടെ ചുറ്റുപാടിൽ ഒരു ഏരിയ ആയിരിക്കാം. അവിടെ എത്ര വിധവമാരുണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ കഷ്ടം എത്രയുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര അനാഥരുണ്ടെന്നോ നമുക്കറിയില്ല. അതിനെക്കുറിച്ചുള്ള കണക്കും വിവരമൊന്നും മാത്രമല്ല നമ്മളതൊന്നും അന്വേഷിക്കാറുമില്ല. എങ്കിലും അറ്റ്ലീസ്റ്റ് അറിഞ്ഞവർക്കെങ്കിലും എന്തെങ്കിലും സഹായം എത്തിച്ചു കൊടുക്കുക. ആ സഹായം കൊടുക്കുന്നതിൽ കൂടെ നമുക്ക് അവരുമായിട്ട് കർത്താവിൻ്റെ സ്നേഹം പങ്കിടുവാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമ്മാനുവേൽ എല്ലാവർക്കും ഉള്ളവനാണെന്നും അവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് അവരുടെ സങ്കടത്തിൽ അവരെ ചെന്ന് കാണുവാനൊക്കെ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ വിശക്കുന്നവന് അപ്പം കൊടുക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ കാലത്ത് എന്ത് ചെയ്യണമെന്ന് നമ്മൾ യെശയ്യാ പ്രവചനത്തിൻ്റെ 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എങ്ങനെയാണ് ശരിയായ നോമ്പ് നോക്കേണ്ടതെന്ന്. പക്ഷെ നമ്മളുടെ നോമ്പിൽ അതിന് അടുത്തൊന്നും വരുന്നില്ല, അതൊന്നും നമ്മൾ നോക്കാറുമില്ല. നമ്മൾ നോമ്പ് നോക്കുകയും നമ്മുടെ സ്വന്തം ജോലികളും നമ്മുടെ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു കുറവ് നമുക്കുണ്ട്. എങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലെങ്കിലും മറ്റുള്ളവരുമായി നമ്മുടെ സന്തോഷവും അവരുടെ സങ്കടത്തിൽ നമ്മൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യണമെന്നാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ വിധവമാർക്കും അനാഥർക്കും മറ്റുള്ള ആരോരുമില്ലാത്തവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കരുതാം, അവരെ നമ്മുടെ ഒരു ഭാഗമാക്കി ചേർത്ത് നിർത്താം. ഇതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ഈ സമയം ഓർത്തുകൊള്ളുന്നു. എല്ലാവർക്കും നല്ല ആശംസകൾ നേരുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സകലതും ദൈവത്തിൻ്റെ നന്മയ്ക്കായി തീരുവാൻ, ദൈവനാമത്തിനായി തീരുവാനായിട്ടും ഉപകരിക്കട്ടെ. നമ്മളുടെ പ്രവർത്തികൾ മുഖേന കർത്താവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കുവാനായിട്ടും ദൈവം ഇടയാക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം, നമുക്കതിനായി കാംക്ഷിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ ടു ഓൾ. വിഷ് യു ഓൾ എ വെരി successful life and a happy Christmas.